السلام عليكم ورحمة الله وبركاته. الحمد لله اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. اللهم صل على سيدنا محمد سيد الأولين. اللهم صل على سيدنا محمد سيد الآخرين. اللهم صل على سيدنا محمد إمام المتقين ورسول رب العالمين. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ മഹത്തായ ഭവനമായ മസ്ജിദിൽ നാം ഈ ഒരുമിച്ച് കൂടിയതിന് ഖാലിഖായ തമ്പുരാൻ പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിക്കുന്ന ജമാഅത്ത്, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ സർവ്വതും സർവശക്തനായ തമ്പുരാൻ നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കട്ടെ. ശിഷ്ടകാലം ആഫിയത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, തഖ്വയോടുകൂടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേരളം എന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനം സന്തുലിതവും സന്തോഷകരവുമായ ഒരു കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി അതിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചു വരുന്ന സത്യമാണ്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ വലിയ രീതിയിൽ ശക്തമായ ചൂട് വർദ്ധിച്ചിരിക്കുകയാണ് എന്നത് നാം എല്ലാവരും അനുഭവിച്ചു വരുന്നു, വാർത്തകളിലൂടെ അറിഞ്ഞു വരികയാണ്. റമദാനിന് ശേഷം മിക്ക സ്ഥലങ്ങളിലും, മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്തിരുന്നു, ചൂട് കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അതിശക്തമായ ചൂടിലാണ് വീണ്ടും കേരളം എത്തിയിരിക്കുന്നത്, അല്ല ഇന്ത്യ എത്തിയിരിക്കുന്നത്, അതുമല്ല ലോകം തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയാതെ പോകരുത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അത്യുഷ്ണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ശാസ്ത്രീയമായി പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അന്തരീക്ഷ മലിനീകരണമാണ് എന്നതാണ്. സത്യമല്ലേ? ഫാക്ടറികളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പുകകൾ, നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുകകൾ, നമ്മുടെ നാടുകളിൽ, സമീപ നാടുകളിൽ, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ, ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അവകളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പുകകൾ, ഇതെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മാത്രമല്ല, ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അതുമൂലമുണ്ടാകുന്ന പ്രകൃതി മാറ്റങ്ങൾ, ഈ അന്തരീക്ഷത്തിലെ താപനില വലിയ രീതിയിൽ ഉയർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. യുദ്ധങ്ങളും താപനില വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്. ഞാൻ പറയട്ടെ കാരണം എന്ത്? നമ്മുടെ കൊച്ചുനാളുകളിൽ
നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ ചെറുപ്പകാലത്ത്, നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിച്ചിരുന്ന കാലത്ത് നട്ടു വളർത്താനായി, വളർത്തി വലുതാക്കാനായി വൃക്ഷത്തൈകളെല്ലാം വിതരണം ചെയ്യപ്പെട്ടിരുന്നല്ലോ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ വൃക്ഷത്തൈകൾ? കൃഷിഭവനിൽ നിന്ന്, സർക്കാരിൽ നിന്നൊക്കെ അത് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡയറിയും വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ആ ഡയറിയിൽ നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം കുറിച്ചു വെക്കാൻ, രേഖപ്പെടുത്തി വെക്കാൻ ഒരു ഡയറിയും വിതരണം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ ഡയറിയിൽ വിശേഷ ദിവസങ്ങൾ പ്രത്യേകമായി വിവരിച്ചു കൊടുത്തിരുന്നു. ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾ കൗതുകത്തോടുകൂടെ കണ്ടിരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു ഫോട്ടോയുണ്ട്. ഒരു ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ തലയാണെങ്കിലോ 2-3 മനുഷ്യ കുഞ്ഞുങ്ങളുടെ തലയുടെ വലിപ്പമാണ്. വാവിട്ട് നിലവിളിക്കുന്ന കുഞ്ഞിന്റെ ഫോട്ടോയല്ലേ അതിലുണ്ടായിരുന്നത്. എന്തേ ആ കുട്ടിക്ക് അത്ര വലിയ വൈകല്യം ഉണ്ടാകാൻ കാരണം? അങ്ങ് ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2ാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യമെന്നോണം, അവസാനമെന്നോണം വർഷിപ്പിച്ച അണുബോംബ്, ആറ്റം ബോംബ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം, അതിലൂടെ വലിയ വലിയ ദുരന്തങ്ങളാണ് അവിടെയുള്ള ആളുകൾക്കുണ്ടായത്. അതുമൂലം ഇന്നും ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും അതിന്റെ സൈഡ് എഫക്റ്റുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 945-ലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ അണുബോംബ് വർഷിപ്പിച്ചത്. എന്നാൽ 19 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അവിടുത്തെ ആളുകൾ പലരും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിലാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യങ്ങളും ഉള്ളവരാണ്. മാനസികമായി, ശാരീരികമായി പല പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. ഞാൻ പറഞ്ഞത് യുദ്ധായുധങ്ങളിൽ അധികവും പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിയുടെ അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കാൻ യുദ്ധങ്ങൾ കാരണമാണ്. കൂടാതെ ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഉയർന്ന ബിൽഡിങ്ങുകൾക്ക് വേണ്ടി ഫാക്ടറികൾ നിർമ്മിക്കാൻ, വ്യവസായ മേഖലകൾ ഉയർത്തി ഉയർത്താൻ, അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കാൻ നമ്മുടെ നാടുകളിലും ചുറ്റുപാടുകളിലും സമീപ നാടുകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ വലിയ വടവൃക്ഷങ്ങൾ, ചെടികൾ, തൈകൾ എല്ലാം വേരോടെ പിഴുതെറിയുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമൂലം വലിയ രീതിയിൽ പ്രകൃതിക്ക് പ്രതികൂലമായ സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ വലിയ ഒരു കാരണമാണ്, പ്രകൃതിയുടെ സുന്ദരമായ ആ ഒരു ചുറ്റുപാടിന് കാരണമാണല്ലോ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള വൃക്ഷങ്ങളും തൈകളും ചെടികളുമെല്ലാം. എന്നാൽ ഇതെല്ലാം പിഴുതെറിയപ്പെടുമ്പോൾ പ്രകൃതിയുടെ ആ ഉണ്മക്ക്, പ്രകൃതിയുടെ സന്തുലിതമായ അവസ്ഥക്ക് വിരുദ്ധമായ സാഹചര്യമല്ലേ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നും പല രീതിയിൽ പ്രകൃതി സ്നേഹികൾ ശബ്ദിക്കുന്നത്. ഒരുപാട് ഓർഗനൈസേഷനുകൾ, സംഘടനകൾ, യുവജന കൂട്ടായ്മകൾ പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന ശീർഷകത്തിൽ ഇതിനു വേണ്ടി ഓടി നടക്കുകയല്ലേ, ഇതിനു വേണ്ടി സജീവമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയുകയാണ്, ഇന്ന് പ്രകൃതിക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ അവതീർണമായ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അലം തറ കൈഫ ളറബല്ലാഹു മസലാ കലിമതൻ ത്വയ്യിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പറയുകയാണ്, പരിശുദ്ധമായ ദീനിന്റെ കലിമ, വചനം, പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനമായ തൗഹീദിന്റെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ ശക്തിയുള്ള വചനം, ആ വചനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലാ കലിമതൻ ത്വയ്യിബ. പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്ന ഉദാഹരണം നബിയെ അങ്ങ് കണ്ടില്ലയോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്? കശജറത്തിൻ ത്വയ്യിബ, നല്ല ഫലഭൂയിഷ്ടിയുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു വൃക്ഷത്തോടാണ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ അല്ലാഹു ഉപമിക്കുന്നത്, ഉദാഹരണമായി കൊണ്ടുവരുന്നത്.
എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് രൂഢമൂലമാണ്, വളരെ ആഴ്ന്നിറങ്ങിയതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖിരങ്ങൾ വാനലോകത്തേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വൃക്ഷത്തോടാണ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനത്തെ അല്ലാഹു ഉപമിച്ചത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വൃക്ഷങ്ങൾ കുഴിച്ചിടാനും തൈകൾ നട്ടുവളർത്താനും ഇന്ന് ഒരുപാട് സംഘടനകളും കൂട്ടായ്മകളും സജീവമായി രംഗത്ത് വരുമ്പോൾ വൃക്ഷങ്ങളും മരങ്ങളും പരിശുദ്ധമായ ദീനിന് വലിയ ഉപകാരമാണ്, വിശ്വാസികൾക്ക് വലിയ നന്മയുടെ ഭാഗമാണതെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു വൃക്ഷം നമ്മൾ നട്ടു കഴിഞ്ഞാൽ, ഒരു ചെടി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിലൂടെ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ഹദ്റത്തിലേക്ക് അതിന്റെ നന്മകൾ എത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു നന്മയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. ഒരാൾ മരണപ്പെട്ട് മണ്ണറയിലായി കഴിഞ്ഞാലും അവന്റെ ഹദ്റത്തിലേക്ക്, അവന്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മയുടെ 7 അമലുകളുണ്ട്. ഹബീബായ തങ്ങൾ എണ്ണുകയാണ്, ഒരാൾ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് പ്രതിഫലമായി എത്തിക്കൊണ്ടിരിക്കുന്ന 7ഓളം നന്മകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി എണ്ണുന്നത് മൻ അല്ലമ ഇൽമാ, ആരൊരുത്തൻ ഇൽമ് പകർന്നു കൊടുത്താൽ, അറിവ് പകർന്നു കൊടുത്താൽ, അറിവ് കൈമാറിയാൽ, ആ അറിവ് ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അവൻക്ക് ലഭിക്കുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച ഇൽമ് നമ്മുടെ ഉസ്താദുമാര്, അവരുടെ ഉസ്താദുമാര് പഠിപ്പിച്ചതാണ്. ഇന്ന് നമ്മൾ ആ ഇൽമ പഠിക്കുമ്പോ നമ്മുടെ ഉസ്താദുമാരിൽ പലരും ജീവിച്ചിരിപ്പില്ല, അവരൊക്കെ മണ്ണറയിലാണ്. എന്നാലും അതിന്റെ നന്മയുടെ ആ പ്രതിഫലങ്ങൾ അവരുടെ ഹദ്റത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു മൺമറഞ്ഞ നമ്മുടെ ഉസ്താദുമാര്, ഗുരുനാഥന്മാരുടെ ഖബറുകളൊക്കെ അല്ലാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഔ അജ്റാ നഹ്റ, അല്ലെങ്കിൽ ഒരുത്തൻ ഒരു പുഴ കീറിയാൽ, ഒരു തടാകമുണ്ടാക്കിയാൽ, ഒരു തോട് കീറിയാൽ, അതല്ലെങ്കിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിക്കഴിഞ്ഞ് ജലസഞ്ചാരത്തിന് വഴിയൊരുക്കിയാൽ, ഒരുത്തൻ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരൊക്കെ ഉപകാരമെടുക്കുന്നുണ്ടോ അതിന്റെ നന്മകൾ മുഴുവൻ അത് ഉണ്ടാക്കിയവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ഒരുത്തൻ ഈന്തപ്പന കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങിൻ തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു മാവൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, പ്ലാവിന്റെ ചെറിയ തൈ അവൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ അവൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അതിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ഉപകാരം ആരൊക്കെ ഏതൊക്കെ ജീവികൾ എടുക്കുന്നുണ്ടോ അതിന്റെ മുഴുവൻ നന്മകളും അത് കുഴിച്ചിട്ടവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങ, അല്ലെങ്കിൽ ഇപ്പം മാങ്ങയുടെ കാലമാണ്, മാമ്പഴക്കാലമാണ്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട, അത് കുഴിച്ചിട്ടത് ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ മാവ് അത് കുഴിച്ചിട്ട് നമ്മുടെ പ്രപിതാക്കൾ, വല്ലിപ്പയാകാം, പിതാമഹന്മാരാകാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ആ ഒരു നന്മയുണ്ടല്ലോ, ആ ഒരു പ്രവർത്തനം, അതിന്റെ പ്രതിഫലം, ആ നന്മയുടെ ആ പ്രതിഫലങ്ങൾ മുഴുവൻ അത് കുഴിച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ പിതാമഹന്റെ വല്ലിപ്പമാരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. തുടർന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ബനാ മസ്ജിദ, ആരൊരുത്തൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി, ആരാധനക്കായി ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ,
അതല്ലെങ്കിൽ മുസ്ഹഫൻ കൈമാറിയാൽ, വിതരണം ചെയ്താൽ ആ മുസ്ഹഫ് ആരൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ ആ മുസ്ഹഫിൽ നോക്കിക്കൊണ്ട് ഓതുന്നവർ, അതിന്റെ സവാബുകൾ അത് കൊടുത്തവരുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏഴാമതായി അവിടുന്ന് പറയുന്നത് ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, താൻ മരണപ്പെട്ട് മണ്ണറയിലായി കഴിഞ്ഞാൽ, ഖബറിലായി കഴിഞ്ഞാൽ, തനിക്ക് വേണ്ടി അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് മനമുരുകിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മകൻ അവൻ വളർത്തിയാൽ, പടച്ചറബ്ബേ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് വീട്ടിൽ നിന്ന് ആത്മാർത്ഥമായി കണ്ണുനീരോടുകൂടെ നെഞ്ചടിപ്പോടുകൂടെ ദുആ ചെയ്യുന്ന ഒരു മകളവൻ വളർത്തിയെടുത്താൽ അതവൻ മരണപ്പെട്ടാലും അവൻക്ക് ഉപകാരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഹദീസിൽ 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. പള്ളി ഉണ്ടാക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, തത്തുല്യമായ വലിയൊരു നന്മയാണ്. ഈന്തപ്പന തൈ നട്ടു കൊടുക്കുക, ചെടി നടുക, വൃക്ഷത്തൈ കുഴിച്ചിടുക, നട്ടു വളർത്തുക എന്നത് ഇതിനോളം തുല്യമായ നല്ലൊരു നന്മയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ വലിയ ചൂടാണ്. നമുക്ക് അനുകൂലമായി നന്മയുണ്ടാക്കി തരുന്ന ഈ പുണ്യമായ പ്രവർത്തനം നമ്മളൊക്കെ സജീവമാക്കണം. നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ നല്ല നല്ല ഫലങ്ങൾ നൽകുന്ന ചെടികൾ, നല്ല നറുമണം നൽകുന്ന, സുഗന്ധം നൽകുന്ന പൂക്കളുള്ള നല്ല നല്ല തൈകൾ നമ്മൾ നട്ടു വളർത്തണം. അത് വലിയ പുണ്യമാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ സ്വഹാബാക്കളിലെ പ്രധാനിയാണ്. വാർദ്ധക്യ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഒരു തൈ നട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിക്ക് പോയിരുന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് അബൂദർദാ തങ്ങളെ ഈ വാർദ്ധക്യ സമയത്തും അങ്ങനെ തൈ നട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങ് വയസ്സായല്ലോ, വാർദ്ധക്യത്തിന്റെ മുൾമുനയിലെത്തിയിരിക്കുകയാണല്ലോ, എന്തിനാണ് ഇങ്ങനെ തൈകൾ നട്ടുകൊണ്ടിരിക്കുന്നത്? ഈ തൈകൾ വളർന്ന് വലുതാവാനും ഇതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകാനും ഒരുപാട് നാളുകളാകുമല്ലോ. അങ്ങാണെങ്കിൽ പ്രായമെത്തിയിരിക്കുകയാണ്, ഇതുകൊണ്ട് അങ്ങേക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം എടുക്കാൻ സാധ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി പറയുകയാണ്, യകൂനു ലീ സവാബുഹാ, ഞാൻ ഈ തൈ നട്ട് കഴിഞ്ഞാൽ അതുമൂലം എനിക്കൊരു പ്രതിഫലമുണ്ടല്ലോ, വലിഗൈരി സമറതുഹാ, ഞാൻ ഈ തൈ നട്ട് കഴിഞ്ഞാൽ ഇതുമൂലം ഭാവിയിൽ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് ഉപകാരമെടുക്കല്ലോ, ഇതിന്റെ ഫലങ്ങൾ അവർ ഉപയോഗിക്കുമല്ലോ, അതുമൂലം ബാക്കിയുള്ളവർക്കും ഇത് ഉപകാരമാണ്. മഹാനവറുകളുടെ മറുപടിയാണ്. അപ്പോ ഒരു നന്മ ചെയ്യലോടുകൂടെ രണ്ടുണ്ട് പ്രതിഫലം. നമുക്കും പ്രതിഫലമുണ്ട്, ഭാവിയിൽ അത് ആരൊക്കെ ഉപയോഗിക്കുന്നു അവർക്കും അതിന്റെ നന്മ, അതിന്റെ ഒരു വിഹിതം വീണ്ടും നമുക്കുണ്ട്. ഇങ്ങനെ മൾട്ടി ലെവൽ നന്മ ലഭിക്കുന്ന വലിയൊരു പുണ്യമാണ് ചെടികൾ നടുക എന്നത്. നല്ല നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷത്തൈകൾ നട്ടു വളർത്തുക എന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, ഈ അത്യുഷ്ണതയിൽ നമ്മൾ പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ നാം ഓർക്കേണ്ടത് ഈ ഉഷ്ണം എന്നത് നാളെ പരലോകത്തിന്റെ ചൂടിലേക്കുള്ള ഓർമ്മയുടെ ഒരു കാരണമാകണം. നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ ചൂടിനെ ഓർക്കാനുള്ള ഒരു കാരണമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ പ്രയാസമാണ്, എല്ലാവർക്കും കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ചൂട് കാരണം നന്മയുടെ ഭാഗങ്ങളൊന്നും നമ്മൾ പിന്തള്ളി ഒഴിവാക്കരുത് എന്നതാണ്. മുഅ്തദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാനുണ്ടായിരുന്ന സ്വഹാബത്തിൽ പലരും കഠിനമായ ചൂട് കാരണം പിന്മാറിയ സമയത്ത് ഖുർആനായത്ത് ഇറങ്ങുകയാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ ലൗ കാനൂ യഫ്ഖൂൻ. അവരെന്താ ചിന്തിക്കുന്നില്ലേ? നരകത്തിന്റെ ചൂട് അതികഠിനമാണ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്, പിന്തിരിഞ്ഞോടരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ, പ്രകൃതിക്ക് അനുകൂലമായ നന്മകൾ നമ്മൾ ചെയ്യുക. ചെടികളും മരങ്ങളും നമ്മൾ നട്ടു വളർത്തുമ്പോൾ
അതിലൂടെ ദുനിയാവിൽ നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്, പരലോകത്തും വലിയ ആശ്വാസമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഐഹിക ലോകത്തെ ചൂടിന്റെ ശമനത്തിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള നവീന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാളെ ആഖിറത്തിലെ ചൂടിനും അതിൽ നിന്നും രക്ഷയുണ്ടാകാനും മുക്തി ലഭിക്കാനും ഉള്ള നന്മകൾ നമ്മൾ ചെയ്യണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന സ്വദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. ഒരു മനുഷ്യൻ സ്വദഖ ചെയ്തു കഴിഞ്ഞാൽ, ദാനം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ മരിച്ച് മണ്ണറയിലായി കഴിഞ്ഞാലും ആ മണ്ണറയിലെ ചൂടിനെ ഇവൻ ചെയ്ത ദാനം കെടുത്തി കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന ദാനങ്ങളെ നമ്മൾ മരിച്ച് ഖബറിൽ കഴിയുമ്പോൾ ഖബറിന്റെ ചൂടിനെ കെടുത്തിക്കളയാൻ ശക്തിയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയെങ്കിലും നമ്മുടെ മുമ്പിൽ കൂടെ ഒരു ബക്കറ്റ് പോകുന്നുണ്ട്, വെള്ളം കോരാനല്ലാതെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു സംഭാവനകളൊക്കെ നൽകുക. ഇത് നാളെ നമ്മുടെ ഖബറിലെ ചൂടിനെ കെടുത്തിക്കളയുന്നതാണ്. മാത്രമല്ല ഹബീബായ തങ്ങൾ തുടർന്നു, വഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ദില്ലി സ്വദഖതിഹി. ഒരു മനുഷ്യൻ ചെയ്ത സ്വദഖയുടെ തണലിൽ നാളെ ഖിയാമത്ത് നാളിൽ അവൻക്ക് ആശ്വാസമായ തണലുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദുനിയാവിലും ഒരുപാട് നന്മ ലഭിക്കാൻ കാരണമാണ്, ആഖിറത്തിലെ വലിയ വലിയ പ്രതിസന്ധികളിൽ നമുക്കൊരു താങ്ങായി തണലായി സ്വദഖകൾ ഉണ്ടാകും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പ്രകൃതിയിലേക്ക് മടങ്ങണം, പ്രകൃതി സ്നേഹികളാകണം, പ്രകൃതിയുടെ വക്താക്കളാകണം, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നന്മകൾ നമ്മൾ ചെയ്യണം. ചെടികളും വൃക്ഷങ്ങളും നട്ടു വളർത്തുമ്പോ ഞാൻ പറഞ്ഞതുപോലെ അത് നമുക്ക് വലിയ ഐഹിക ലോകത്തെ ഉപകാരമാണ്. അതിലുപരി ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാകുന്ന നന്മയുടെ വലിയ ഒരു കാരണമാണ് വൃക്ഷത്തൈകൾ നടുക എന്നത് വിശുദ്ധമായ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നന്മയുടെ വക്താക്കളായി, നന്മയുടെ നറുമണമുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹു പരിപൂർണമായ സവാബുകൾ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സലാമത്തുള്ള റാഹത്തുള്ള ജീവിതം അല്ലാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.